എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് തിരുനെൽവേലി ഹലുവയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കഴിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കാരണം ഞാനിത് അവിടെ നിന്ന് മേടിച്ച് എനിക്ക് കിട്ടിയതാണ് കേട്ടോ, ഞാൻ പോയതല്ല. പക്ഷേ ഈ സംഭവം വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണാം. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് അതുപോലെ കഴിക്കാൻ പാടില്ല. നമ്മളിതൊന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കട്ടെ. ഇനി ഞാനിത് ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുവാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളിവിടെ മേടിക്കുന്ന ഹൽവ പോലെ അല്ല, അതിങ്ങനെ ഒരു നമ്മുടെ സെറ്റായിരിക്കുന്ന ഒരു ഹൽവ അല്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നന്നായിട്ട് മെൽറ്റായി വരും ഇത്. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുത്തോട്ടെ കേട്ടോ. ചൂടായില്ല. ഇത് കുറച്ചധികം പാക്കറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇതുപോലെ തന്നെ ചൂടാക്കി കഴിച്ചതിന് ശേഷം ആ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയിലയ്ക്ക് ഉള്ളിലേക്ക് ഇടാവേ. ഇതായിട്ടുണ്ട്, ചൂടായി. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാനത് വാഴയിലേക്ക് ഉള്ളിലേക്ക് ആക്കാം. അത്യാവശ്യം നല്ല നെയ്യും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൽവ ചൂടാക്കി ഇച്ചിരി ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാൻ പാകത്തിലേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. ഇനി തിരുനെൽവേലി പോയിട്ട് വരുന്നവർ വീട്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിച്ച് നോക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നമ്മൾ തണുത്തിട്ട് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.